എല്ലാവർക്കും നമസ്കാരം. ടാലന്റ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസ് മെയ് 2, 16 തീയതികളിലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലേ നമ്മുടെ PSC. അപ്പോൾ എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ടോപ്പിക്കുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവർക്കായിരിക്കാം കൺഫ്യൂഷൻ കൂടുതൽ, കുറേ നാളായിട്ട് പഠിക്കുന്നവർക്കും ഉണ്ടാവാം കൺഫ്യൂഷൻ. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് 30 ദിവസങ്ങളാക്കി നമ്മുടെ പഠന രീതിയെ എന്ത് ചെയ്യാൻ പോവുകയാണ്, ചുരുക്കാനായിട്ട് പോവുകയാണ്. അതായത് 30 ദിവസം കൊണ്ട് കുറച്ചധികം ടോപ്പിക്കുകൾ എന്ത് ചെയ്യാം, കവർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ പറയും മെയ് 2 എന്ന് പറയുമ്പോൾ 30 ദിവസമല്ലല്ലോ, മെയ് 16 എന്ന് പറയുമ്പോൾ 30 ദിവസമല്ലല്ലോ, ജൂണിലേക്ക് പോകുമ്പോൾ വീണ്ടും നമുക്കൊരു മാസവും കൂടെ കിട്ടത്തില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ വേണ്ട, നമുക്ക് എത്ര ദിവസങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. 30 ദിവസങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രിപ്പറേഷൻ ആരംഭിക്കാം. അതിനുവേണ്ടി നമ്മളൊരു 50 തിരഞ്ഞെടുത്ത ടോപ്പിക്കുകളുമായിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. ആ ടോപ്പിക്കുകൾ എന്താണെന്നുള്ളതും അതിൻ്റെ ചെറിയ ചെറിയ വിവരണങ്ങളുമായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. 30 ദിനം 50 ദിനങ്ങളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുള്ളത്, പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കും കേട്ടോ ചർച്ച ചെയ്യുക. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ സ്ലൈഡിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന ചില മേഖലകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് എന്നുള്ള നമുക്ക് പരിശോധിക്കാം. ആദ്യം സ്റ്റേറ്റ് സിവിൽ സർവീസ് അല്ലേ, വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും അതുപോലെ തന്നെ സിവിക്സ്, പിന്നെ നിയമങ്ങൾ മുതലായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റേറ്റ് സിവിൽ സർവീസ് എന്ത് ചെയ്യരുത്, ഒഴിവാക്കരുത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിക്കുക. അതിന് നിങ്ങൾക്ക് ഏത് ചോദ്യപേപ്പറുകൾ ഉപയോഗിക്കാം, PYQ ചോദ്യപേപ്പറുകൾ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഏറ്റവും റീസെൻ്റ് ആയിട്ട് 2025-26 കാലയളവിൽ നടന്നിട്ടുള്ള പരീക്ഷകളിലെ കേരള സ്റ്റേറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റേറ്റ് സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരിശോധിച്ച് അതിനനുസരിച്ച് നിങ്ങളുടെ പഠനം എന്ത് ചെയ്യാനായിട്ട് പറ്റും, ക്രമീകരിക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ്. ഇതിൽ നിന്നും ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. പല നിറങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ, യെല്ലോ അലർട്ട് എന്താണ്, അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെടുത്തി ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ്. അതെല്ലാം വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. പാടുള്ള ചോദ്യങ്ങളും എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് പഠിക്കാൻ നോക്കുക. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് നിങ്ങൾ PYQ അനലൈസ് ചെയ്യുന്ന സമയത്ത് മെയിൻസിൻ്റെ PYQകളായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അനലൈസ് ചെയ്യേണ്ടത്. കാരണം മെയിൻസിനാണ് കൂടുതലായിട്ടും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ഏത് ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പഠിച്ചു വെച്ചേക്കുക, നിങ്ങൾക്ക് ആവശ്യം വരും മെയിൻസിൽ പോകുമ്പോൾ. അതേപോലെ തന്നെയാണ് വെറ്റ്ലാൻഡ് കൺസർവേഷൻ. ഈ പറയുന്ന പുതിയ വെറ്റ്ലാൻഡുകൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അടുത്തത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ഇതിലെ സുപ്രധാനമായ സെക്ഷനുകൾ നിങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പഴയ പരീക്ഷകളിൽ ഏതൊക്കെ സെക്ഷനുകളാണ് ചോദിച്ചിരിക്കുന്നത്, ആനുകാലിക പ്രസക്തിയുള്ള ഏതെങ്കിലും ചോദ്യങ്ങളോ മറ്റോ ഉണ്ടോ, അത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ധാരണ വരുത്തി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏതൊക്കെ ടോപ്പിക്കുകളാണ് ആദ്യ സെറ്റിൽ പറഞ്ഞത്, സ്റ്റേറ്റ് സിവിൽ സർവീസിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിൽ നിങ്ങൾക്ക് ഏത് ഉപയോഗിക്കാം, മുൻവർഷ ചോദ്യങ്ങൾ 2025-26 കാലയളവിൽ ചോദിച്ചിട്ടുള്ളത് ആദ്യം തിരഞ്ഞെടുത്ത് പഠിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം 21 മുതലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, പരിശോധിക്കുക. പിന്നെയുള്ളത് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ്. കൂടുതലും അതിനൊരു മെയിൻസ് പെർസ്പെക്റ്റീവാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ UPSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ഡിഗ്രി പ്രിലിംസ് എഴുതുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു ധാരണ ഉണ്ടാകാം. അങ്ങനെയുള്ളവർ ഇതിൽ ഓവറായിട്ട് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, സ്ട്രെസ് കൊടുക്കേണ്ട ആവശ്യമില്ല. PSC മേഖലയിൽ മാത്രം കളിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ പുതിയൊരു ടോപ്പിക് ആയിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ മെയിൻസ് ചോദ്യപേപ്പറുകൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. ടാലൻറ്റിൻ്റെ തന്നെ യൂട്യൂബ് ക്ലാസ്സുകൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരിശോധിക്കാം. വിത്ത് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. പ്ലസ് പിന്നൊരു കാര്യം, ഈ പറയുന്ന കാലയളവുകളിൽ പുതിയതായി നിലവിൽ വന്നിട്ടുള്ള വെറ്റ്ലാൻഡുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൂടെ പരിശോധിച്ച് അവരുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് കൂടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെയുള്ളത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ് അല്ലേ. അതിലെ സുപ്രധാനമായ സെക്ഷനുകൾ എന്തൊക്കെയാണെന്നുള്ളത് പരിശോധിക്കുക. PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. അടുത്തത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന
പോർഷനാണ്. ഇത് രണ്ടിടത്ത് വരാറുണ്ട്. എക്കണോമിക്സിനകത്തും ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനകത്തും ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഉണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒന്ന് പഠിച്ചാൽ നമുക്ക് രണ്ടിലും എന്ത് ചെയ്യാം, ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ ചിലപ്പോൾ വരാം. എക്കണോമിക്സിനകത്തും അത് ചോദിക്കാം, കോൺസ്റ്റിറ്റ്യൂഷനകത്തും അത് എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ രണ്ടിടത്തും അത് ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ പോളിറ്റിക്കകത്തും ഇത് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരെണ്ണം പഠിച്ചാൽ രണ്ടിടത്തും എന്ത് ചെയ്യാം, ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷനെ പറ്റിയൊക്കെ നമ്മുടെ NCERT 10ാം ക്ലാസ് ടെക്സ്റ്റിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. SCERTയിലും കൃത്യമായിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് കേട്ടോ. NCERT SCERT പാഠഭാഗങ്ങളിലും കൊടുത്തിട്ടുണ്ട്. കൺസ്യൂമർ അവയർനെസ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ പറയുന്ന പാഠഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് വനിതാക്ഷേമം, അല്ലെങ്കിൽ ഈ പറയുന്ന വനിതകളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ടുള്ള വുമൺ വെൽഫെയർ ആണ്. അതുപോലെ തന്നെ ചൈൽഡ് വെൽഫെയർ. ഇവർക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, ഒരു ധാരണ ഉണ്ടായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതൊക്കെയാണ് നിലവിലുള്ള പദ്ധതികൾ, ആ പദ്ധതികളിലെ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ചെറുതായിട്ട് കേട്ടോ, അല്ലാതെ ഒരു എസ്സേ എഴുതുന്ന തരത്തിലുള്ള വിവരമൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഈ പറയുന്ന പോലെ എഴുതി വെക്കുകയൊന്നും വേണ്ട. സാധാരണ രീതിയിൽ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, പദ്ധതികൾ എന്തൊക്കെയാണ് മുതലായ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾഡ് ഏജ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടെ ഈ പറയുന്ന വാർദ്ധക്യം അല്ലെങ്കിൽ ഓൾഡ് ഏജ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഈ വയോജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്, അവർക്ക് എന്തൊക്കെ പ്രാധാന്യമാണ് നമ്മുടെ സ്റ്റേറ്റ് നൽകുന്നത്, ഏതെങ്കിലും നയങ്ങൾ അവരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉണ്ടോ, അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടും കൃത്യമായി നിങ്ങൾ എന്തുണ്ടാക്കിയെടുക്കണം, ഒരു ധാരണ ഉണ്ടാക്കി എടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് DPSP ആണ്. അത് ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്കറിയാം. കുറച്ചുപേർ ഇപ്പോഴേ അത് പഠിച്ച് സെറ്റായിട്ടിരിക്കുകയായിരിക്കും. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതുപോലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇവർ തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്, ഇവരെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്, കോടതി ഇടപെടലുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എപ്രകാരമാണ്, ഏതെങ്കിലുമൊക്കെ കേസുകൾ ഈ പറയുന്ന DPSPയുമായിട്ടോ ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായിട്ടോ ഉണ്ടോ എന്നുള്ളത് കൂടെ എന്ത് ചെയ്യുക, ഒന്ന് പരിശോധിക്കുക. അതെല്ലാം ആനുകാലിക പ്രസക്തി ഉള്ളതുകൂടെ ആണെങ്കിൽ പ്രധാനമായിട്ടും നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്തത് അമെൻമെൻറ്റുകളാണ്. റീസെൻ്റ് ആയിട്ട് വന്ന അമെൻമെൻറ്റുകൾക്ക് കുറച്ചുകൂടെ സ്ട്രെസ് കൊടുക്കുക. അതുപോലെ സിലബസിനകത്ത് 42ാമത്തെ ഭേദഗതിയെ പറ്റിയും 44ാമത്തെ ഭേദഗതിയെ പറ്റിയും ഒക്കെ അവരെന്ത് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്, എടുത്ത് പഠിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സിലബസിനകത്ത് തന്നിട്ടുള്ള ഭേദഗതികൾ ഏതൊക്കെയാണെന്ന് പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അതിലും നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് ക്ലാസ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ടോ, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ PYQ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. SCERT NCERT പാഠഭാഗങ്ങളിലും ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റിയും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ പറ്റിയും ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതെല്ലാം വായിച്ചിട്ടും നിങ്ങൾക്ക് മതിയായില്ല എന്നുണ്ടെങ്കിൽ, കളിയാക്കിയതല്ല കേട്ടോ, ലക്ഷ്മികാന്തിൻ്റെ പുസ്തകവും കൂടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ പോളിറ്റി 8ാമത്തെ എഡിഷനാണ്. അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഫർ ചെയ്യാവുന്നതാണ്. അതും നല്ലൊരു പുസ്തകമാണ്, നിങ്ങൾക്കറിയാം. പിന്നെയുള്ളത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ്. നിങ്ങൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ തുടങ്ങുന്നത് എവിടെ നിന്നായിരിക്കും, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചൊരു ടോപ്പിക് ആയിരിക്കും, പക്ഷെ അതെന്ത് ചെയ്യുക, കുറച്ചുകൂടെ നന്നായിട്ട് റിവൈസ് ചെയ്യുക. പിന്നെയുള്ളത് പ്രിയാമ്പിളാണ്. പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, സ്ഥിരം ചോദ്യങ്ങൾ ഉണ്ടാകാം, സ്ഥിരം സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാവാം. പ്രിയാമ്പിൾ എന്ന് പറയുന്നതിൻ്റെ ആശയം, അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കണം. അതാണ് അടുത്ത പോയിന്റ്. അതായത് പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ സെറ്റിൽ നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള പോർഷൻസ്. ഇനി രണ്ടാമത്തതാണ് തൂലികാനാമങ്ങൾ അല്ലേ. തൂലികാനാമങ്ങളെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കുക. നോവലും അതിലെ ക്യാരക്ടേഴ്സും ഈ പ്രധാനപ്പെട്ടത് കേട്ടോ. ഇപ്പോൾ ഇറങ്ങുന്ന നോവലുകൾ, ഇപ്പം നമ്മുടെ അഖിൽ P ധർമ്മജൻ്റെയൊക്കെ പുസ്തകങ്ങൾ എന്ത് ചെയ്യാറുണ്ടോ, അത്യാവശ്യം എല്ലാവരും വായിച്ചിരിക്കുന്ന പുസ്തകങ്ങളാണ്. റാം കെയർ ഓഫ് ആനന്ദി എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങളില്ലേ. അപ്പോൾ അതുപോലത്തുള്ള പുസ്തകങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറുകൾ ആരൊക്കെയാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്തിടെ അന്തരിച്ച പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പുസ്തകങ്ങളിലെ ഫേമസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയും എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പിന്നെയുള്ളത് ഡാൻസ് ഫോംസ് ആണ്. അതായത് നൃത്തരൂപങ്ങൾ എവിടെയൊക്കെ ഏതൊക്കെ സ്റ്റേറ്റുകളിലുണ്ട് എന്നുള്ളതും അതും ഈ പറയുന്ന പോലെ ആനുകാലിക പ്രസക്തിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്താൽ മതി. ഇപ്പോൾ പത്മശ്രീ അതുപോലെ തന്നെ പത്മവിഭൂഷൺ പുരസ്കാരങ്ങൾ ഈ ഡാൻസുമായിട്ട് ബന്ധപ്പെടുത്തി ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഡാൻസ് ഫോം ഏതാണ് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ആ വ്യക്തിയുടെ പേരും എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. സ്പോർട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പോർട്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള അവാർഡുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഒന്ന് ഓർത്തിരിക്കുക.
എന്തൊക്കെ അവാർഡുകളാണ് പഠിക്കേണ്ടത് എന്നുള്ളതും ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ധ്യാൻചന്ദ് പുരസ്കാരം അത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അർജുന പുരസ്കാരങ്ങൾ, പത്മശ്രീ, പത്മവിഭൂഷൺ, ഇതൊക്കെ സ്പോർട്സ് മേഖലയിൽ ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്, പ്രധാനപ്പെട്ട സ്പോർട്സുകളെ പറ്റിയിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. എത്ര പേരൊക്കെയാണ് അതിനകത്ത് കളിക്കുന്നത്, ഫേമസ് പേഴ്സണാലിറ്റീസ് അടുത്തിടെ എങ്ങാനും അന്തരിച്ചിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് എന്ത് ചെയ്യുക, ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമ്മുടെ 2020 ലോകകപ്പിനെ പറ്റി എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. കാരണം ഇന്ത്യ ഇപ്പോൾ ജയിച്ചതാണ് 2026. അപ്പോൾ ആ 2020 ലോകകപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. പിന്നെയുള്ളത് എക്കണോമിക്സ് ആണ്, നീതി ആയോഗാണ്. നീതി ആയോഗ് ഇല്ലാത്തൊരു ചോദ്യപേപ്പർ ഇല്ല ഇപ്പോൾ അല്ലേ. എപ്പോഴും നീതി ആയോഗ് ചോദ്യപേപ്പറിനകത്ത് ഉണ്ടായിരിക്കും. സോ നീതി ആയോഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്രി ലെവലിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്, ദേശീയ വരുമാനം എന്ന് പറയുന്നത് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. RBI, അതുപോലെ തന്നെ RBIയുടെ പണമയം, മോണിറ്ററി പോളിസി, അതിൻ്റെ ഉപകരണങ്ങൾ, ഇതെല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഫിസ്ക്കൽ പോളിസിയും ടാക്സേഷനും, ഇതും കൃത്യമായിട്ട് ഓർക്കണം. ഇത് ഇത്രയുമാണ് എക്കണോമിക്സിനകത്ത് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മേഖലകൾ. പിന്നെ നോബൽ സമ്മാനങ്ങൾ 2024 അതുപോലെ തന്നെ 2025 എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചേക്കുക നോബൽ സമ്മാനങ്ങൾ. പിന്നെ കമ്പ്യൂട്ടറിൻ്റെതാണെങ്കിൽ ഹാർഡ്വെയറിനെ പറ്റി, സോഫ്റ്റ്വെയറിനെ പറ്റി, പിന്നെ IT ആക്ട്, സൈബർ ക്രൈമുകൾ, ഈ സൈബർ ക്രൈമുകൾ തടയാനായിട്ട് എന്തെങ്കിലും ഓപ്പറേഷനുകളൊക്കെ അടുത്തിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടും എന്ത് വരുത്തുക, നിങ്ങളൊരു ധാരണ വരുത്തിയെടുക്കുക. സോ IT ആക്ട്, സൈബർ ക്രൈം. ഇനി അടുത്തത് നാഷണൽ മൂവ്മെൻറ്റ്, പിന്നെ യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷൻ, പിന്നെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, നമ്മുടെ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ്, ഗാന്ധിജിയും ഇന്ത്യൻ ചരിത്രവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഗാന്ധിജിയും ഇന്ത്യൻ ചരിത്രവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയുമാണ് ചരിത്രത്തിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്, പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങൾ. ഗാന്ധിജിയും ചരിത്രവും നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അതുപോലെ ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, ചൈനീസ് വിപ്ലവവും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് കൊടുത്തില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അമേരിക്കൻ വിപ്ലവവും, ചൈനീസ് വിപ്ലവവും, ഫ്രഞ്ച് വിപ്ലവവും, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവും അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, അതിനെ പറ്റിയിട്ട്, ഐക്യ കേരള പ്രസ്ഥാനം, അതിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എർത്തിൻ്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ, പിന്നെ ക്ലൗഡുകളെ പറ്റിയിട്ട് പഠിക്കുക. പിന്നെ ഇന്ത്യൻ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെ പറ്റിയും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ധാരണ വരുത്തുക. ഇത്രയുമാണ് നിങ്ങൾ GKയിൽ എന്ത് കൊടുക്കേണ്ട പോയിന്റുകളുടെ, സ്ട്രെസ് കൊടുക്കേണ്ട പോയിന്റുകൾ എന്ന് പറയുന്നത്. വലിച്ചുവാരി പഠിക്കുന്നതിന് പകരം ഇപ്പോൾ സിലബസ് മൊത്തം ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലടാ, കവർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഒരു പ്രിംസ് പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ടോപ്പിക്കുകൾ പഠിച്ചാൽ ചിലപ്പോൾ നമുക്കൊരു 25-30 മാർക്കുകൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ പറയുന്ന GK സെക്ഷനിൽ നിന്ന് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. ഇനി മലയാളത്തിലേക്ക് പോവുകയാണെങ്കിൽ നിർബന്ധമായും, അല്ലെങ്കിൽ ഇത് ഇത്രയും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇതിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ വരുമെന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്താൽ മതിയടാ, പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് മലയാളവും ഇംഗ്ലീഷും മാത്സും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ആ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പ്രാധാന്യം കൊടുക്കേണ്ടത് വചനം, അതായത് പൂജക ബഹുവചനം പോലുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. പുല്ലിംഗം, സ്ത്രീലിംഗം, അതുപോലെ തന്നെ ശൈലി, ചേർത്തെഴുത്ത്, പിരിച്ചെഴുത്ത്, ഈ പറയുന്ന 4 എണ്ണം നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇതിൽ നിന്ന് എന്ത് വരാൻ ചാൻസ് ഉണ്ടോ, 1-2 ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വന്നിരിക്കും. സോ മലയാളത്തിൽ ഈ 4 ടോപ്പിക്കുകൾ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക, നല്ലതുപോലെ പ്രാക്ടീസും കൂടെ ചെയ്യുക. ഇനി നമ്മൾ മാത്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് ശതമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ. പിന്നെ എക്സ്പൊണൻസ്, നമ്പേഴ്സ്, അതുപോലെ തന്നെ ബേസിക് ഓപ്പറേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല. ടൈം ആൻഡ് ഡിസ്റ്റൻസ് അല്ലേ, ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഇല്ലാത്ത ഒരു ചോദ്യപേപ്പർ നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് കൃത്യമായിട്ട് പഠിക്കുക, അതെല്ലാം പ്രാക്ടീസ് ആണ് കേട്ടോ. പിന്നെ ഫ്രാക്ഷൻസ്, ഡെസിമൽസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, വർക്ക് ആൻഡ് ടൈം, ഇത് ഇത്രയും നിങ്ങൾ എന്ത് കൊടുക്കേണ്ട പോർഷൻസ് ആണ്, ഈ പറയുന്നത് പോലെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. ഇപ്പം നിങ്ങൾ പറയും, ആഹാ എന്നാൽ പിന്നെ ഈ സിലബസ് മുഴുവൻ പഠിച്ചാൽ മതി എന്നങ്ങ് പറഞ്ഞാൽ പോരെ എന്നായിരിക്കും നിങ്ങളിപ്പോൾ പറയുക. അങ്ങനെയല്ല, മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്ത് 10 ചോദ്യങ്ങൾക്ക് സ്പേസ് ഉണ്ടെങ്കിൽ 10 ഇടങ്ങളിൽ നിന്ന് ആ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പം നിങ്ങൾക്ക് മാത്സ് പഠിക്കേണ്ട ആവശ്യമില്ല, പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ പഠിച്ചു പൊക്കോളും. അതുകൊണ്ടാണ് മാത്സ് ഒരുവിധം എല്ലാ ടോപ്പിക്കുകളും എന്ത് ചെയ്തിട്ടുള്ളത്, ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ, ടൈം ആൻഡ് വർക്ക്, സാധാരണ ചോദ്യങ്ങൾ മാത്രം ചെയ്യരുത്, ഇച്ചിരി ഹൈ ലെവലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു SSC ലെവലിലോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ UPSCയുടെയൊക്കെ ചോദ്യപേപ്പറുകളുണ്ട്, പഴയതാണ് 2012, 13, 14 കാലയളവുകളിലൊക്കെയുള്ള ചോദ്യപേപ്പറുകളുണ്ട്. അതിലേക്ക് ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. മാത്സ് നിങ്ങൾ അത്രയും ചെയ്താൽ മതി. മാത്സും ഇംഗ്ലീഷും മലയാളവും ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. ഓക്കെ,
ശരി, ഇനി നമുക്ക് ഇംഗ്ലീഷിലേക്ക് വരാം. ഇംഗ്ലീഷിന് ഷോർട്ട് ആയിട്ടുള്ള വരുന്ന മേഖലകളാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. മാക്സിമം പി ക്യൂസ് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക കേട്ടോ. മാക്സിമം പി ക്യൂസ് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. സിനോണിംസ് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് വർക്കൗട്ട് ചെയ്യുക. സെൻറ്റൻസ് കറക്ഷൻ. ഇത് ഇത്രയുമാണ് ഇംഗ്ലീഷിനകത്ത് നിന്ന് നമുക്ക് പ്രാധാന്യമുള്ള മേഖലകളെന്ന് പറയാനായിട്ട് പറ്റുക. ഓക്കെ, ഇനി നിങ്ങൾ കുറച്ച് പേരൊക്കെ ഗൈഡ് വായിക്കണോ, ഗൈഡ് മേടിച്ച് വായിക്കണോ എന്നുള്ള കുറേ ആശയക്കുഴപ്പത്തിലായിരിക്കും. അതിലോട്ടൊന്നും ഞാൻ ഇടപെടുന്നില്ല, അതൊക്കെ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഇനി തിണ്ണപ്പരിപാടി എന്തെങ്കിലുമൊക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പറയുന്ന ടെക്നോളജി വളർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ChatGPT പോലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ChatGPTയോട് നിങ്ങൾ പറയുകയാണ്, പ്ലീസ് ഗീവ് മീ ഈ PSC ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഫ്രം വർക്ക് ആൻഡ് ടൈം, അല്ലെങ്കിൽ UPSC സ്റ്റാൻഡേർഡ്സിലുള്ള വർക്ക് ആൻഡ് ടൈം ചോദ്യങ്ങൾ തരൂ ChatGPT എന്ന് പറഞ്ഞാൽ ChatGPT സന്തോഷപൂർവ്വം നിങ്ങൾക്ക് എന്ത് തരും, UPSC അധിഷ്ഠിതമായിട്ടുള്ള വർക്ക് ആൻഡ് ടൈമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരും. ChatGPT പ്ലീസ് ഗീവ് മീ അമേരിക്കൻ റവല്യൂഷൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ തരൂ എന്ന് ചോദിച്ചാൽ ChatGPT സന്തോഷപൂർവ്വം നിങ്ങൾക്ക് എന്ത് തരൂടാ, ഈ പറയുന്ന ചോദ്യങ്ങൾ തരും. ഇതൊക്കെ ഒരു ബേസ് ഉണ്ടാക്കി എടുത്തിട്ട് ChatGPTയുടെ അടുത്ത് ചോദിക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ChatGPT പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം നമുക്കുണ്ടാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, വായിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഗൈഡൊക്കെ ഒരുവിധം നിങ്ങൾ ഓക്കെ ആയി എന്ന് കണ്ടാൽ, SCRT ഒക്കെ വായിച്ച് റെഡിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതുകൂടെ ഉപയോഗിക്കാം, ChatGPTയും കൂടെ ഉപയോഗിക്കാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഈ പറയുന്ന PQകൾ വായിക്കുക, ഗൈഡുകൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. SCRT പാഠഭാഗങ്ങൾ, അറിവിടം പോലുള്ള പുസ്തകങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ മറ്റ് വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആൾക്കാർക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ 50 ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കണേ. ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കാം, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇതിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ ഒരു 20 25 ചോദ്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് കയറോടാ, ഈ പറയുന്ന ഡിഗ്രി പ്രിലിംസ് നമ്മൾ പാസ്സായി എടുക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. വിജയാശംസകൾ നേരുന്നു. മെയ് 2-നും 16-നും പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ഒരു സ്പെഷ്യൽ ആശംസ. അപ്പോൾ നന്ദി, നമസ്കാരം. അപ്പോൾ 30 ദിവസം 50 ദിനം ആ ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. 50 ടോപ്പിക്കുകൾ, പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ടോപ്പിക്കുകൾ എവിടെ നിന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ റാങ്ക് ഫയലിൻ്റെ സഹായം ഉപയോഗിക്കാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ടാലന്റ് അക്കാഡമി 3 വോളിയങ്ങളിലായിട്ട് റാങ്ക് ഫയൽ പുറത്തിറക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ടോ താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ടാലന്റ് അക്കാഡമിയിലെ പാളയത്ത് ഓഫീസിലോ വന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ല, റാങ്ക് ഫയൽ വായിക്കാൻ സമയമൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെക്കോർഡഡ് ക്ലാസ്സസ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, അവൈലബിൾ ആയിട്ടുണ്ട്. ഈ പറയുന്ന സാധനങ്ങളെല്ലാം കവർ ചെയ്ത്, അതായത് ഫുൾ കവറേജ് ഓഫ് സിലബസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ മോഡൽ എക്സാമുകൾ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഇനി എല്ലാ ദിവസങ്ങളിലും അല്ലെങ്കിൽ അവസാനത്തെ ഒരു 3 ആഴ്ചയെങ്കിലും നിങ്ങൾക്ക് എന്തിൻ്റെ ആവശ്യം ഉണ്ടാവും, മോഡൽ എക്സാംസിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ടുണ്ടാവും. പിന്നെ റിവിഷൻ ഉണ്ടാവും. മുമ്പ് പഠിച്ച കാര്യങ്ങൾ ടോപ്പിക് വൈസായിട്ട് റിവൈസ് ചെയ്യുന്നത് നമുക്ക് അനിവാര്യമാണ്. റിവിഷനുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷകൾ ഉണ്ടാവും. പിന്നെ SCRT ക്ലാസ്സസ് പുതിയതും പഴയതും ഉണ്ടാവും കേട്ടോ. പുതിയ ഓൾഡും ന്യൂവും ഉണ്ടാവും. പിന്നെ കറണ്ട് അഫയേഴ്സ് സെഷൻസ് ഉണ്ടാവും. സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. പ്രീവിയസ് ഇയർ PQ വിത്ത് എക്സ്പ്ലനേഷൻസ് ഉണ്ടാവും. പിന്നെ മെൻറ്റർ സപ്പോർട്ട് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഡിഗ്രി പ്രിലിംസിൻ്റെ ഭാഗമായിട്ടുള്ള ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാവുക. അപ്പോൾ താല്പര്യമുള്ളവർ ദയവേത് എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിലോ അക്കാഡമിയുമായിട്ടോ എന്ത് ചെയ്യുക, ബന്ധപ്പെടുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ പിന്നെ ഒരു ദിവസം കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.